അതിപ്പോൾ യൂഷ്വലി നമ്മളുടെ റെക്കമെൻഡേഷനിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ യു ബീൻ ട്രൈയിങ് ഫോർ എ പ്രഗ്നൻസി ഫോർ 1 ഇയർ. കാരണം കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞും ഡിസൈഡ് ചെയ്യാമല്ലോ. 1 വർഷം ട്രൈ ചെയ്തിട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻഫെർട്ടൈൽ ആ ഒരു കൈൻഡ് ഓഫ് ഡെഫിനിഷൻ ദെൻ യു ഗോ ഫോർ എന്നാണ് റെക്കമെൻഡേഷൻ. ബട്ട് സെയിങ് ദാറ്റ് 25 വയസ്സ് ഒരാൾക്ക് 1 ഇയർ വെയിറ്റ് ചെയ്യാം. 38ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 42ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചവരാണെങ്കിലോ ദേ ഹാവ് ടു കം ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ടൈം. ഇപ്പം എനിക്ക് പല പേഷ്യൻറ്റും ഓൺഗോയിങ് പ്രഗ്നൻസിയും വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് 45, 48, 49, 50 ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. പീപ്പിൾ ആർ ഡിസൈഡിങ് ടു മാരി ലേറ്റ് എന്ന് വെച്ചാൽ ഒന്ന് മെച്യൂറായി അല്ലെങ്കിൽ ആളെ കണ്ടുപിടിച്ചില്ല, പറ്റിയില്ല. പിന്നെ സെക്കൻഡ് മാരേജസ്, തേർഡ് മാരേജസ്, ഐ മീൻ സംടൈംസ് ഇറ്റ് വർക്ക്സ് മച്ച് ബെറ്റർ. അപ്പോൾ അങ്ങനത്തെ കുറേ കപ്പിൾ വരുന്നുണ്ട്. എനിക്ക് എൽഡർലി കപ്പിൾ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. സോ